ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെവാപ്സ് മലയാളം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആക്ടിവിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ആണ്. ആക്ടിവിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന കമ്പോണൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇത് കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ഈ ലോഡിങ് ഇൻഡിക്കേറ്റേഴ്സ് കാണിക്കാൻ വേണ്ടിയാണ്. അതായത് ഇപ്പോൾ ഒരു ആക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ആ യൂസറിനെ എൻഗേജ് ചെയ്യാൻ വേണ്ടി ഒരു ലോഡിങ് ഇൻഡിക്കേറ്റർ കാണിക്കുന്നു. ഇപ്പോൾ ഒരു API കോൾ ആണെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടേഷൻസൊക്കെ ആണെങ്കിലോ നമ്മൾ ഇതേപോലെ ഒരു ലോഡർ കാണിക്കും. കാരണം നമുക്ക് ആ യൂസറിന് അതിൻ്റെ റിസൾട്ട് മാത്രം കണ്ടാൽ മതി. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ആക്ടിവിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം നേറ്റീവിൽ നിന്ന് ആക്ടിവിറ്റി ഇൻഡിക്കേറ്റർ ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ എല്ലാ കമ്പോണൻറ്റും വിളിക്കുന്ന പോലെ തന്നെ ആക്ടിവിറ്റി ഇൻഡിക്കേറ്റർ കോൾ ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ ഒരു ലോഡിങ് ഇൻഡിക്കേറ്ററായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു വ്യൂവിനകത്തിട്ട് കൊടുക്കാം. ആ വ്യൂവിനൊരു സ്റ്റൈൽ കൊടുക്കാം. അതിനെ കുറച്ച് സെൻറ്ററിലേക്ക് കൊണ്ടുവരാനായിട്ട് മാർജിൻ ടോപ്പ് കൊടുക്കുക. വ്യൂ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി ഇൻഡിക്കേറ്റർ. ആക്ടിവിറ്റി ഇൻഡിക്കേറ്റർ അടുത്ത ആക്ടിവിറ്റി ഇൻഡിക്കേറ്ററിൻ്റെ മറ്റൊരു പ്രോപ്പാണ് കളർ എന്ന് പറഞ്ഞൊരു പ്രോപ്പുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്രീൻ കൊടുത്തു. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി ഇൻഡിക്കേറ്ററിൻ്റെ കളർ ഗ്രീൻ ആയിട്ടുണ്ട്. അതുപോലെ ബ്ലാക്ക് കൊടുക്കാം. ബ്ലാക്ക് കൊടുത്താൽ ഇതിൻ്റെ കളർ ബ്ലാക്ക് ആയിട്ടുണ്ട്. അതേപോലെ അടുത്തൊരു പ്രോപ്പാണ് സൈസ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ് പാസ് ചെയ്യേണ്ടത്. അതിൽ നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്, ഒന്ന് ലാർജും ഒന്ന് സ്മോളും. നമ്മൾ ലാർജ് കൊടുത്താൽ ആ ആക്ടിവിറ്റി ഇൻഡിക്കേറ്റർ കുറച്ച് ലാർജാണ്. നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാകാനായിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കോപ്പി ചെയ്തിട്ടിട്ട് രണ്ടാമത്തെ കളർ നമുക്ക് റെഡ് ആക്കാം. സെയിം അതേപോലെ തന്നെ സ്റ്റൈലല്ല സൈസ് നമുക്ക് സ്മോൾ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കണ്ടല്ലോ. അതായത് രണ്ടാമത്തെ കളറ് റെഡാണ്, അതേപോലെ തന്നെ അതിൻ്റെ സൈസ് സ്മോളാണ്. ആദ്യത്തേത് ബ്ലാക്കാണ്, അത് ലാർജാണ്. അതിപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. സെയിം അതേപോലെ തന്നെ അടുത്തൊരു പ്രോപ്പാണ് ആനിമേറ്റിംഗ് എന്ന് പറയുന്നത്. ആനിമേറ്റിങ്ങിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ബൂളിയൻ ആയിരിക്കും. ഒന്നെങ്കിൽ അത് ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ ട്രൂ ആണ്. അപ്പോൾ ആനിമേറ്റിംഗ് ട്രൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ഒന്നുമില്ല, നമുക്ക് ആ ഒരു ആക്ടിവിറ്റി ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. ഇനി ആനിമേറ്റിംഗ് ഫോൾസ് ആക്കിയാൽ ആ ഒരു ഇൻഡിക്കേറ്റർ ഹൈഡായി പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് ആനിമേറ്റിംഗ് എന്ന് പറയുന്ന പ്രോപ്പ് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഈ ഒരു ആക്ടിവിറ്റി ഇൻഡിക്കേറ്ററിനെ ഷോയും ഹൈഡും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ബട്ടൺ വെച്ച് നമുക്കതിനെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ആക്ടിവിറ്റി ഇൻഡിക്കേറ്റർ ഞാൻ റിമൂവ് ചെയ്യാണ്. അതിനുശേഷം നമ്മളൊരു ബട്ടൺ ചെയ്തിട്ട് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. ഷോ എന്ന് പറഞ്ഞുകൊണ്ട്
ഷോ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സേവ് ചെയ്താൽ ഇപ്പോൾ നമുക്ക് ഷോ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ്, ഒരു ബട്ടണുണ്ട്, അതുപോലെ തന്നെ ആക്ടിവിറ്റി ഇൻഡിക്കേറ്ററുണ്ട്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം നമ്മുടെ ഈ ആക്ടിവിറ്റി ഇൻഡിക്കേറ്ററിനെ ഹൈഡ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് ഈ ആക്ടിവിറ്റി ഇൻഡിക്കേറ്റർ നമുക്ക് ഷോ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, നമുക്കൊരു സ്റ്റേറ്റ് വേണം. അപ്പോൾ അതിന് യൂസ് സ്റ്റേറ്റിനെ റിയാക്റ്റിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. അതിനുശേഷം നമ്മളൊരു സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്യണം. കോൺസ്റ്റ് ഷോ എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്. അതേപോലെ തന്നെ സെറ്റ് ഷോ എന്ന് പറഞ്ഞ് ഈ ഷോ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഫങ്ഷൻ. അത്രയും നമ്മൾ യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഫങ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആണ് നമ്മൾ ആ അറയിലോട്ട് എടുത്ത് വെക്കുന്നത്. അതിൽ ഇനിഷ്യൽ വാല്യൂ ആയിട്ട് നമ്മൾ യൂസ് സ്റ്റേറ്റിൽ കൊടുക്കുന്നത് ഫോൾസ് ആയിരിക്കും. കാരണം നമ്മൾ ആ വാല്യൂ കാണിക്കണ്ട, വാല്യൂ അല്ല, ആദ്യമേ ആ ഇൻഡിക്കേറ്റർ നമ്മൾ കാണിക്കണ്ട. അതിനുശേഷം നമ്മുടെ ആക്ടിവിറ്റി ഇൻഡിക്കേറ്ററിൽ ഈ ആനിമേറ്റിംഗ് എന്നതിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ ഈ ഷോ കൊടുക്കുമ്പോൾ എന്താ, അതിൻ്റെ വാല്യൂ ഫോൾസ് ആണ്. അതുകൊണ്ട് ആ ആക്ടിവിറ്റി ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഹൈഡ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഓൺ പ്രസ്സിൽ സെറ്റ് ഷോയിലേക്ക് നമ്മൾ ട്രൂ പാസ് ചെയ്യണം. അപ്പം നമ്മൾ ഈ ഷോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ഈ ഷോ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ വാല്യൂ ചേഞ്ച് ആകും. ഈ ആനിമേറ്റിങ്ങും ട്രൂ ആകും. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും. അപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്തു, അത് വന്നു. അപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അടുത്ത് ഹൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൈഡ് എന്നും കൂടെ ഒരു ടെക്സ്റ്റ് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ സെറ്റ് ഷോ, അതായത് ഇതിൽ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ളൊരു വാല്യൂ കിട്ടും. സെയിം അതിനെ റിട്ടേൺ ചെയ്തിട്ട് നോട്ട് പ്രീവിയസ് വാല്യൂ എന്ന് കൊടുക്കാം. അതായത് ഇപ്പോൾ അത് ട്രൂ ആണ്, നമ്മൾ ഹൈഡിൽ കൊടുത്തു. ഇപ്പം നമ്മുടെ ആക്ടിവിറ്റി ഇൻഡിക്കേറ്റർ ഹൈഡ് ആയിട്ടുണ്ട്. ദെൻ ഷോ കൊടുത്തു, അപ്പോൾ ആ വാല്യൂ വന്നു. ഷോ കൊടുത്തു, അപ്പോൾ അതിൻ്റെ വാല്യൂ ട്രൂ ആയിട്ടുണ്ട്. ട്രൂ ആയപ്പോൾ ആക്ടിവിറ്റി ഇൻഡിക്കേറ്റർ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. സെയിം അതേപോലെ തന്നെ നമ്മൾ ഹൈഡ് ചെയ്യുമ്പോൾ ആക്ടിവിറ്റി ഇൻഡിക്കേറ്റർ ഹൈഡായി പോകുന്നുണ്ട്. ഇതാണ് ആക്ടിവിറ്റി ഇൻഡിക്കേറ്ററിൻ്റെ യൂസും എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.